ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദില് വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഈ കലാപം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ മലയാളം മീഡിയയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മലയാളത്തില് മുർഷിദാബാദ് കലാപത്തിൽ SDP ആണെന്ന് പറഞ്ഞൊരു വാർത്ത വരികയും നമ്മുടെ കേരളത്തിലെ സൈബർ സഖാക്കൾ അതെടുത്ത് ആഘോഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ BJP, പ്രത്യേകിച്ച് BJPയുടെ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയാണ് BJP അവിടുത്തെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു എന്നും പറഞ്ഞിട്ട് ഈ ഒരു പ്രക്ഷോഭം തുടങ്ങിയ സമയം തൊട്ട് പറയുന്നുണ്ട്. സംഘപരിവാർ അനുകൂല ചാനലുകൾ ഇതൊക്കെ ഒരു ഹിന്ദു കലാപം ഉണ്ടായി, ഹിന്ദുക്കൾ നാട് വിട്ടുപോയി എന്നുള്ള രീതിയിലൊക്കെ സ്ഥിരീകരിക്കാത്ത വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹിന്ദുക്കൾ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടക്കുമ്പോൾ പശ്ചിമ ബംഗാളിലടക്കം പെട്ടെന്ന് കുറെ സീറ്റുകൾ കിട്ടിയ BJP അവിടെ RSSന്റെ ഒരു നേതാവ് വന്നിട്ടാണ് അത്രയും ഇതുണ്ടായത്. അപ്പോൾ ഹിന്ദുക്കളെ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുളവടി കുറവടിയൊക്കെ ആയിട്ട് പദസഞ്ചയനം നടത്തുന്ന RSSകാര് ബംഗാളിലില്ലേ? ബംഗാളിൽ എന്തുകൊണ്ട് RSS ഹിന്ദുക്കളെ സംരക്ഷിക്കുന്നില്ല, ഹിന്ദുക്കളെ രക്ഷിക്കുന്നില്ല, കലാപകാരികളെ അടിച്ചമർത്തുന്നില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നുണ്ട്. അതവിടുത്തെ പല ആളുകളും ചോദിക്കുന്നുണ്ട്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം അടക്കം അവിടെ ചോദിക്കുന്ന കാര്യമാണ്, RSS എവിടെ? ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളെ സംരക്ഷിക്കുക, RSS എവിടെ? പക്ഷേ RSS വരില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഇവിടുത്തെ അല്ല, CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇവിടെ കലാപം നടത്തുന്നത് RSSും BJPയുമാണ്. ഇവരാണ് ഇവിടെ കലാപം നടത്തുന്നത്. ഇവിടെ ഈ കലാപത്തിന്റെ നാൾവഴികൾ നമുക്കൊന്ന് പറയാം, അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധത്തിന്റെ. മർപ്പൂരിൽ NH-12 ഉപരോധിച്ചുകൊണ്ട് ഇവിടുത്തെ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ വലിയ പ്രതിഷേധം നടന്നു. അവിടെ ഉപരോധങ്ങൾ നടന്നു. പോലീസുകാരുമായിട്ട് സമരക്കാരെ ഏറ്റുമുട്ടി. ഒരുപാട് സമരക്കാരെ പോലീസ് അടിച്ചമർത്തി, അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ സംസർഗഞ്ച്, ദുലിയ തുടങ്ങിയ ഗ്രാമങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനൊപ്പം തന്നെ ആ ഗ്രാമങ്ങൾ ആക്രമിക്കപ്പെടുന്നു. നോക്കുക, വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ആളുകൾ പ്രതിഷേധിക്കാൻ പോകുമ്പോൾ ആ ഗ്രാമങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. ഏപ്രിൽ 9 മുതൽ 11 മുതൽ ആ ഗ്രാമങ്ങളിലെല്ലാം അക്രമം നടത്തുകയാണ്. ഏതാണ്ട് ന്യൂനപക്ഷ പ്രദേശങ്ങളിലാണ് ഈ അക്രമങ്ങൾ നടക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഖലീലുർ റഹ്മാൻ എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിലെ മുസ്ലിം നാമധാരിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ MPയുടെ വീട് ആക്രമിക്കപ്പെടുന്നു. ഒരു വഖഫ് ഭേദഗതി ബില്ല് മുസ്ലിങ്ങൾക്ക് വേദിയാണെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിം MP ആക്രമിക്കുവോ? സ്വാഭാവികമായിട്ടും ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത് BJP കൊണ്ടുവന്ന ബില്ലല്ലേ? BJPക്കാരെയല്ലേ കലാപകാരികൾ ആക്രമിക്കുന്നത്? ഏതെങ്കിലും ഒരു മുസ്ലിമായിട്ടുള്ള ആ ബില്ലിനെ എതിർക്കുന്ന ഒരു MPനെ ഏതെങ്കിലും മുസ്ലിങ്ങൾ ആക്രമിക്കുമോ? നമ്മൾ അത് ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഓഫീസ് തകർക്കുന്നു. അതുപോലെ ഇസാസ് അഹമ്മദ് ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു 19 വയസ്സുകാരനെ വെടിവെച്ച് കൊല്ലുന്നു. നിങ്ങൾ പറയുന്ന ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഒരു ചെറിയ പയ്യനെ വെടിവെച്ച് കൊല്ലുമോ? ആരാണ് ഇതിന് പിന്നിൽ? ഇന്ന് മറ്റൊരു വീഡിയോ വന്നിട്ടുണ്ട്. മുസ്ലിം വേഷത്തില് ഗ്രാമങ്ങളിൽ കയറി കൊള്ളയും തീവപ്പും നടത്തുന്ന കുറച്ച് സംഘപരിവാരനെ പിടിച്ചു വന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വീഡിയോ പ്രചരണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏപ്രിൽ 12 ഹർഗോവിന്ദ് ദാസ്, ചന്ദർ ഖാൻ എന്ന് പറയുന്ന 2 പേര്, അച്ഛനും മകനും കൊല്ലപ്പെടുന്നു. ഇവരവിടുത്തെ CPMന്റെ പ്രവർത്തകരാണെന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത്. അവരുടെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു എന്നാ പറയുന്നത്. CPMന്റെ പ്രവർത്തകരെ ആരാണ് അവിടെ കൊല്ലുന്നത്? ഈ CPM പോലും വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുകയാണ്. അപ്പൊ അങ്ങനെ എതിർക്കുന്നവരെ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ സമരം ചെയ്യുന്നവര് പോയി വെട്ടിക്കൊല്ലുവോ? ഇതൊരു ലോജിക്കില്ല. ഇത് സംഘപരിവാർ മീഡിയാസ് മാത്രമാണ് ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ SDP കലാപം നടത്തുന്നു, മുസ്ലിങ്ങൾ കലാപം നടത്തുന്നു എന്ന രീതിയിൽ വാർത്തകൾ പരച്ചുവിടുന്നത്. ഈ സുബേന്ദ്ര അധികാരിയെ പോലെയുള്ള BJPയുടെ നേതാക്കന്മാരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ RSS ആണെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പോലും, ബംഗാൾ സംസ്ഥാന സെക്രട്ടറി പോലും പറയുകയാണ്. അതുപോലും മനസ്സിലാക്കാതെ ഇവിടുത്തെ CPMകാര് RSSകാര് പടച്ചുവിടുന്ന നരേഷൻ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു കഷ്ടമാണ്. എന്നാലോചിച്ച് നോക്കിയേ, RSS CPMന്റെ സൈബർ വിങ് മൊത്തം RSS വൽക്കരിച്ചു നമുക്ക് തോന്നിപ്പോ. RSSകാര് അവരുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന നുണകള് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ഇവിടുത്തെ സഖാക്കളാണ്, CPMകാരാണ്. ഉള്ള സ്വന്തം സംസ്ഥാന സെക്രട്ടറി, ബംഗാൾ സംസ്ഥാന സെക്രട്ടറി പറയുന്ന പോലും പ്രചരിപ്പിക്കുക ഇവിടെ ആളില്ല. ഇപ്പൊ ബംഗാളിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിന് വലിയ സംഘപരിവാരാണെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പോലും പറയുന്നതെന്നുള്ളതാണ്. അപ്പൊ അവിടുത്തെ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു, മുസ്ലിം നേതാക്കന്മാർ ഇപ്പൊ ഒരു പിഞ്ചു കുഞ്ഞിനെ വെടിവെച്ച് കൊല്ലുന്നു, മുസ്ലിം MPയുടെ വീടുകൾ ആക്രമിക്കുന്നു. ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും മുസ്ലിങ്ങളാന്ന് പറയുകയാണ്. ആലോചിച്ച് നോക്കിയേ. അപ്പോൾ വലിയ രീതിയിലുള്ള കലാപമാണ് നടക്കുന്നത്. ഈ കലാപത്തിലൂടെ ആരാണ് മുതലെടുക്കുക? ഒരു കലാപം നടന്നതിന്റെ മുതലെടുപ്പ് പറഞ്ഞിട്ടുള്ള നമുക്കറിയാം. അത് ഗുജറാത്തിലാണെങ്കിലും മറ്റു പ്രദേശങ്ങളിലാണെങ്കിലും എല്ലായിടത്തും കലാപത്തിലൂടെ വിജയിച്ചിട്ടുള്ളത്, അതിന്റെ
മുതലെടുപ്പെടുത്തിട്ടുള്ള BJP ആണ്. ഈ ബംഗാളിൽ അടുത്തവട്ടം അവർക്ക് ഭരണം പിടിക്കാൻ വേണ്ടിയുള്ള ഒരു കലാപമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം.